2018 പ്രളയം, 2019 പ്രളയം, 2020 കോഴിക്കോടിലെ വിമാനാപകടം, പിന്നെ കോവിഡ്. ഈ ദുരന്തങ്ങൾ ഉണ്ടായ നിമിഷങ്ങൾക്കകം തന്നെ ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷം യുവാക്കളാണ് ജാതിയും മതവും പാർട്ടിയും ഒക്കെ മറന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. ഈ മലയാളി പൊറുക്കികൾ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം. കൊച്ചിയിലെ മഞ്ഞുമേൽ എന്ന സ്ഥലത്ത് നിന്ന് 11 യുവാക്കൾ കൊടൈക്കനാൽ ടൂർ പോകുന്ന കഥയാണ് മഞ്ഞുമേൽ ബോയ്സ്. ബോക്സ് ഓഫീസിൽ കേരള പോലെ തന്നെ തമിഴ്നാട്ടിൽ മാത്രമായി 40 കോടി രൂപ കളക്ഷൻ നേടിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് സിനിമ കൂടിയാണ് മഞ്ഞുമേൽ ബോയ്സ്. ഈ സിനിമ കണ്ട് തമിഴ് സാഹിത്യത്തിലെ പ്രബലനായ എഴുത്തുകാരൻ ജയമോഹൻ ഈ സിനിമയെ വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഇതിൽ ജയമോഹൻ മലയാളി യുവാക്കളെ വിശേഷിപ്പിച്ചത് പൊറുക്കികൾ, കള്ളുകുടിയന്മാർ, കഞ്ചാവ് കേസുകൾ, പെണ്ണുപിടിയന്മാർ എന്നൊക്കെ പറഞ്ഞ് ജയമോഹൻ ഇവരെ അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയെ ഏത് കണ്ണിൽ കാണണമെന്ന് അതിന്റെ പ്രേക്ഷകനായ ഒരാൾക്ക് തീരുമാനിക്കാം. ഈ സിനിമയുടെ ആധികാരികമായ ആശയം എന്താണ്, അത് നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഈ സിനിമയിലെ ആദ്യത്തെ ആശയം സെലിബ്രേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്. ഈ സിനിമയുടെ കാമ്പ് തന്നെ സൗഹൃദത്തിന്റെ ആഘോഷമാണ്. ഈ സിനിമ കാണുന്ന മലയാള ഭാഷ അറിയാത്ത ആർക്കും ഇത് മനസ്സിലാകും. കേരളത്തിലെ ഈ പൊറുക്കികൾ എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. ഒരു മനുഷ്യന്റെ ഏറ്റവും ആഴത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് അയാൾ യുവാവായിരിക്കുമ്പോഴാണ്. അതായത് 10ാം ക്ലാസ് മുതൽ ജോലി കിട്ടും വരെയുള്ള കാലം. കേരളത്തിലെ സൗഹൃദ വലയങ്ങൾ രൂപപ്പെടുന്നത് കവലകളിലും മൈതാനത്തും ആർട്സ് ക്ലബ്ബുകളിലും ഗ്രന്ഥശാലകളിലും ചായപ്പീടുകളിലുമാണ്. ഇവർ ഫുട്ബോൾ കളിച്ചും സിനിമ കണ്ടും പോരിന് വിളിച്ചും ബൈക്കിൽ കറങ്ങിയും ടൂറിന് പോയും ചർച്ചകൾ ചെയ്തുമൊക്കെയാണ് ഈ ചിരകാല സൗഹൃദങ്ങൾ രൂപപ്പെടുന്നത്. ഇതിൽ പാതിയും ജയമോഹൻ പറഞ്ഞ കുടികാര പ്രസംഗങ്ങൾ തന്നെയാണ്. ഇവർക്ക് വേറൊരു ഗുണം കൂടിയുണ്ട്. പ്രളയം വന്നപ്പോൾ വീടുകളിൽ നിന്ന് ചെളി കോരിക്കളയാനും വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനും ഭക്ഷണവും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ലക്ഷം യുവാക്കളാണ് കേരളത്തിന്റെ തെരുവുകളിൽ ഇറങ്ങിയത്. തമിഴത്തിയായ കളക്ടർ മാഡം സഹായത്തിന് ആവശ്യപ്പെട്ടപ്പോൾ ആയിരങ്ങളാണ് കമ്മ്യൂണിറ്റി കിച്ചണിൽ ഒത്തുകൂടിയത്. ജയമോഹൻ സാർ, ഈ സിനിമയിൽ കണ്ടതിലും മരണമാസാണ് ഈ പൊറുക്കിക്കൂട്ടം. ഈ സിനിമയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആണ്. ഭൂമിശാസ്ത്രപരമായി അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ഒന്നുകിൽ സൗഹൃദപരമായോ അല്ലെങ്കിൽ ശത്രുതപരമായോ നിലനിൽക്കാറുണ്ട്. എന്നാൽ കേരളവും തമിഴ്നാടും തമ്മിൽ കുറെ കൊല്ലങ്ങളായി നല്ല സാഹോദര്യത്തിലാണ് നിലകൊള്ളുന്നത്. മലയാളിയുടെ ജീവിതത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും, എം.ടിയും ബഷീറും, മെസ്സിയും റൊണാൾഡോയും മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. രജനിയോ കമലോ, അജിത്തോ വിജയോ, റഹ്മാനോ ഇളയരാജയോ, വയലാറോ വൈരമുത്തോ എന്നൊക്കെ ചർച്ച ചെയ്ത് അടിപിടി കൂട്ടുന്നവരാണ് മലയാളികൾ. ഈ സിനിമയിൽ നമ്മുടെ നാട്ടിൽ വന്ന കുട്ടികളെ നമ്മൾ തന്നെ രക്ഷിക്കണമെന്ന് പറയുന്ന ചായക്കടക്കാരനായ അറുമുഖത്തെ കാണാം. മനോനില തെറ്റിയ അഭിലാഷകന്റെ കൂടെ ഇരിക്കുന്ന ഡൊമിനിക്, ആദ്യം എതിർത്തെങ്കിലും പിന്നെ എല്ലാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന പോലീസുകാരും ഫയർഫോഴ്സും, ബ്യൂറോക്രസിയുടെ നൂലാമാലകൾ മാറ്റിക്കൊടുക്കുന്ന ലേഡി ഡോക്ടർ, കുട്ടികളെ സഹായിക്കാൻ ആവശ്യപ്പെടുന്ന കടക്കാരി ഗൈഡ് എന്നിങ്ങനെ കൊടൈക്കനാലിലെ വലിയ ഒരു തമിഴ് സമൂഹം തന്നെ ഈ യുവാക്കളെ രക്ഷിക്കാൻ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഈ സിനിമ കണ്ട് തിയേറ്ററിലിരുന്ന് കരഞ്ഞ ഒരുപാട് തമിഴ് പ്രേക്ഷകരെ നമ്മൾ കണ്ടതാണ്. 96 എന്ന മൂവി നമ്മുടെ നൊമ്പര പ്രണയത്തെ ഉണർത്തിയെങ്കിൽ മഞ്ഞുമേൽ നമ്മുടെ പഴയ സൗഹൃദങ്ങളുടെ മനോഹരമായ ഓർമ്മച്ചപ്പാണ് തുറന്നത്. ഇവരുടെ കണ്ണുനീരിൽ നമുക്ക് പറയാൻ പറ്റും, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും നിങ്ങൾ പറഞ്ഞ കഥാനായകൻ അടിച്ചോടിക്കുന്ന പൊറുക്കിക്കൂട്ടങ്ങൾ ഒരുപാടുണ്ട് എന്ന്. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? சாத்தானின் அடுக்கரை. ഇതിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ലൈഫാണ്. ഒരു ജീവന്റെ വില. ആരെങ്കിലും ഒരു ജീവൻ രക്ഷിച്ചാൽ അത് മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്നൊരു വചനമുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ഒരു ഡോസ് മെഡിസിന് വേണ്ടി 18 കോടി രൂപയാണ് കേരള സമൂഹത്തിൽ സംഹരിച്ചത്. അതും രക്ഷപ്പെടാൻ യാതൊരു ചാൻസും ഇല്ലാത്തപ്പോൾ. അതുകൊണ്ട് മനുഷ്യജീവന്റെ വില നമുക്കിടാൻ കഴിയില്ല. നിർഭാഗ്യവശാൽ ഇതിനു മുമ്പ് മരിച്ച 13 പേരുടെ മൃതദേഹം പോലും എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കുറച്ച് മലയാളി പയ്യന്മാരും തമിഴ് മക്കളും ചേർത്ത് ഒരു മനുഷ്യ ജീവന് ആശയം എന്ന് പറയുന്നത് പാവങ്ങളുടെ സന്തോഷമാണ്. നമ്മുടെ സിനിമയിൽ ഇതുവരെ ധനികരുടെയും ഇടത്തരക്കാരുടെയും സമ്പന്നപൂർണമായ ടൂറുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പാവങ്ങളുടെ ദാരിദ്ര്യവും നൊമ്പരവും മാത്രമേ നമ്മുടെ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ. അവിടെയാണ് സംവിധായകൻ ചിദംബരം ഇൻസ്റ്റാഗ്രാമിന് മുന്നേ ഉള്ള കൂലിപ്പണിക്കാരായ ചെറുപ്പക്കാരുടെ ടൂറ് ആദ്യമായി സിനിമയിൽ കൊണ്ടുവന്നത്.
സിനിമയ്ക്ക് ഭാഷ വേണ്ട. ഇത് ഈ സിനിമയുടെ ആശയമല്ല, പക്ഷെ ഈ സിനിമയുടെ വിജയത്തിൽ നിന്നുള്ള ആശയമാണ് സിനിമയ്ക്ക് ഭാഷ വേണ്ട എന്നുള്ളത്. മലയാളികൾ തമിഴ് സിനിമ കാണാറില്ലെന്ന് തമിഴ് നടി മേഘന വിമർശിച്ചിരുന്നു. സാധാരണ മലയാളി പ്രേക്ഷകർ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മലയാള സിനിമകൾ മാത്രമല്ല കാണുന്നത്. അവർ തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദിയും ബംഗാളിയും കൊറിയനും ഇറാനിയനും ഫ്രഞ്ചും പല ലോക സിനിമകളും അവർ കാണും. ഇത് നിങ്ങൾ പറഞ്ഞ മലയാളത്തിലെ ബുജികളെ പറ്റിയല്ല, സാധാരണ പ്രേക്ഷകരെ പറ്റിയാണ്. മലയാളികൾ കുറോസോവയും കുബ്രിക്കിനെയും കിം കിഡൂക്കിനെയും മാത്രമല്ല ആഘോഷിച്ചിട്ടുള്ളത്. പോയ തലമുറ ഭാരതിരാജയും ബാലു മഹേന്ദ്രനെയും എപ്രകാരം ആഘോഷിച്ചുവോ അതുപോലെ തന്നെയാണ് പുതിയ തലമുറ വെട്രിമാറിനെയും ലോകേഷിനെയും ആസ്വദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമലഹാസൻ പറഞ്ഞതുപോലെ വളരെ വിശാലമായ ചിന്താഗതിയുള്ള ഉയർന്ന സിനിമാറ്റിക് ഇന്റലിജൻസ് ഉള്ള ഒരു പ്രേക്ഷകരാണ് മലയാളികൾ. മൊഴിമാറ്റം ചെയ്യാതെ തന്നെ വിക്രവും ബാഹുബലിയും KGF-ഉം ലിയോവും ഒക്കെ മലയാള സിനിമകൾക്ക് മേലെ കളക്ഷൻ നേടിയിട്ടും ഒരു സംഘടനയോ ഒരു പ്രേക്ഷകനോ അന്യഭാഷ സിനിമകൾ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടെന്നാൽ മലയാളിക്ക് തന്റെ വിശാലമായ കാഴ്ചപ്പാട് ചുരുക്കാൻ മനസ്സില്ല. മനുഷ്യൻ പൂർണ്ണമായി നല്ലവനോ കെട്ടവനോ അല്ല. അതുപോലെ തന്നെയാണ് സിനിമയും. മഞ്ഞുമേൽ ബോയ്സ് പോലുള്ള പൊറുക്കി പസംഗ് കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടാവട്ടെ. ജയമോഹൻ സാർ, മഞ്ഞുമേൽ ബോയ്സ് മാസല്ല, മരണമാസാണ്.